നിലമ്പൂർ ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമാണ് ആഢ്യൻപാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ളത്. റോഡിന്റെ ഇരുവശവും മരങ്ങളാൽ നിബിഡമായ വഴിയിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരമാണ്. നിലമ്പൂർ വഴിക്കടവ് റോഡിൽ നിന്ന് ആഢ്യൻപാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കുറച്ചു ദൂരം വരുമ്പോൾ തന്നെ അകലെ മേഘത്താൽ മൂടിയ മലകളുടെ ദൂരെ നിന്നുള്ള കാഴ്ചയും ആഢ്യൻപാറ വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുകി വരുന്ന വെള്ളം ചാലിയാറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചെറിയ പുഴയും കാണാം. പുഴ ഒരു നിമിഷം നിൽക്കാതെ മുന്നോട്ടൊഴുകുന്ന ജീവിതത്തിൻ്റെ പ്രതീകമാണ്. ഒരൊറ്റ മാത്രയിൽ പുഴയെ കാണാമെന്ന് തോന്നാം, പക്ഷേ അവിടെ മനസ്സിലാക്കാൻ 1000 ഹൃദയസ്പന്ദനങ്ങൾ വേണം. മഴ നനയുമ്പോഴാണ് പുഴയുടെ ഹൃദയം മുഴുവൻ ഉണരുന്നത്. കാറ്റും മഴയും മണ്ണിൻ്റെ സുഗന്ധവും ചേർന്നപ്പോൾ അവൾ സംഗീതം പോലെ പാഞ്ഞൊഴുകുന്നു. ഇതെല്ലാം കടന്നാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത്. നിലമ്പൂർ താലൂക്കിലെ കുറുമ്പലങ്ങോട് എന്ന ചെറു ഗ്രാമത്തിലാണ് ആഢ്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് മാത്രമാണ് ആഢ്യൻപാറ വെള്ളച്ചാട്ടം സജീവമാകുന്നത്. വെള്ളച്ചാട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു വിശ്രമ കേന്ദ്രവും ഉദ്യാനവും ഒക്കെ ഉണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ ചിമ്പാൻസിയുടെ ശില്പം കാണാൻ പറ്റും. എന്തുകൊണ്ടോ കൈകളെല്ലാം ഒടിഞ്ഞുപോയ നിലയിലായിരുന്നു ആ ശില്പം. അത് കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കണം. 20 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് എടുത്ത ശേഷം നിർദ്ദേശങ്ങളെല്ലാം വായിച്ച് നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുമ്പോൾ വഴിയുടെ ഇരുവശത്തും ചെടികളെല്ലാം വച്ചു പിടിപ്പിച്ച് നല്ലൊരു പാർക്ക് മാതൃകയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് കാണാം. മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം വെള്ളത്തിലേക്ക് ഇറങ്ങുവാനുള്ള വഴി അടച്ചിട്ടുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മഴക്കാലത്ത് വെള്ളത്തിലിറങ്ങി കളിക്കാനോ അതിനടുത്തേക്ക് പോകാനോ നമ്മെ അനുവദിക്കാത്തത്. റീൽസ് ഉണ്ടാക്കുവാനും മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ആളാകുവാനും വേണ്ടി അധിക സാഹസികത കാണിച്ച് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ സഞ്ചാരികളിൽ നിന്നുണ്ടായതുകൊണ്ടാണ് അധികൃതർ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കാത്തത്. കേരളത്തിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന പ്രകൃതിയുടെ ഒരു രഹസ്യഭാഗം, മധുരമാകുന്ന കാറ്റിന്റെ സ്പർശവും ഇടവേളകളിൽ കേൾക്കുന്ന പ്രകൃതിയുടെ സംഗീതവുമാണ് ആഢ്യൻപാറ വെള്ളച്ചാട്ടം. തിരക്കുകൾക്കിടയിൽ നിന്ന് ചുറ്റുമുള്ള ആനന്ദത്തിലേക്ക് സഞ്ചരിക്കാൻ ഒരിക്കലെങ്കിലും ഇവിടെ എത്തണം. പാറകളുടെ ഇടയിൽ നിന്ന് കുതിച്ചു ചാടുന്ന വെള്ളം ചുറ്റും പച്ചപ്പിൻ്റെ തഴുകലിൽ മനസ്സിനൊരു ശാന്തി പകരും. ചുരുങ്ങിയ കുറച്ച് മീറ്റർ മാത്രമുള്ള വെള്ളച്ചാട്ടമാണെങ്കിലും അതിൻ്റെ ശബ്ദം, ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യം എല്ലാം കൂടി ഇതിനെ വേറിട്ടതാക്കുന്നു. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ശാന്തത കണ്ടെത്തുന്ന അനുഭവം. പച്ചയും വെള്ളയും ചേർന്ന് ഒരു കഥ പറയുന്ന ഈ സ്ഥലം ഓരോ സന്ദർശകനും മനസ്സിൽ ദൈർഘ്യമാകുന്ന ഓർമ്മകളാകുന്നു. ഇത് ഒരു പരിസ്ഥിതി സംരക്ഷിത പ്രദേശമാകുന്നതിനാൽ പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കണം. പ്രകൃതിയെ അതിൻ്റെ ഭാവത്തിൽ തന്നെ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ചെറുതെങ്കിലും അഹങ്കാരമില്ലാത്ത ഈ വെള്ളച്ചാട്ടം സന്ദർശകരെ പ്രകൃതിയോട് കൂടുതൽ അടുപ്പിക്കുമെന്നാണ് വിശ്വാസം. പ്രകൃതിയുടെ മനസ്സിൽ നിന്നും ഒഴുകുന്ന ഒരു സംഗീതം എന്ന് പറയാം വെള്ളച്ചാട്ടത്തെ. പാറകളിലൂടെയും പുഴകളിലൂടെയും വഴിയൊഴുകി കുതിച്ചു ചാടി എത്തുന്ന വെള്ളം അതിൻ്റെ ഓരോ തുള്ളിയിലും ജീവിതത്തിൻ്റെ ഒരു കഥ പറയുന്നു. മഴത്തുള്ളികളുടെ പുതുമയും കാറ്റിൻ്റെ നാദവുമായി ചേർന്ന് ഈ വെള്ളച്ചാട്ടം നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നത് കാഴ്ചയുടെ സുന്ദരതയല്ല, അനുഭവത്തിൻ്റെ അതിമനോഹാരിതയാണ്. ഒരു നിമിഷം കണ്ണടച്ച് കേൾക്കൂ. വെള്ളത്തിൻ്റെ കളകളനാദം, കാടിൻ്റെ ശ്വാസം, പക്ഷികളുടെ ചിരി എല്ലാം ചേർന്ന് ആത്മാവിൻ്റെ സംഗീതമായി മാറുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത് വെറും ഒരു പ്രകൃതി ദൃശ്യമല്ല, അതൊരു ചികിത്സയാണ്. മാനസിക സമ്മർദ്ദങ്ങൾ ഒഴുകിപ്പോകും പോലെ അനുഭവപ്പെടും. ഇവിടെ കുളിരിൻ്റെ തൊടലും നീരുറവയുടെ മൃദുവായ താളത്തിലും ഒരു അതിമനോഹരമായ ശാന്തതയുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിത വഴിയെ തടസ്സങ്ങൾ വരാം, പക്ഷേ ഓരോ ഇടിച്ചുപൊട്ടലിനും പുതിയൊരു സംഗീതം ഉണ്ടാക്കാം. പാറകളെ തള്ളി വെളിച്ചത്തെ തഴുകി ആകാശത്തേക്കും മണ്ണിലേക്കും ഒരേ സമയം ഒഴുകുന്ന വെള്ളച്ചാട്ടം പ്രകൃതിയുടെ ആത്മാവാണ്. പ്രകൃതിയോട് ചേർന്നുള്ള ഓരോ നിമിഷവും അതിൻ്റെ രമണീയതയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ മാനസിക സമാധാനത്തിനും വഴി തുറക്കുന്നു. അവിടെ നിന്നും
ഇറങ്ങി നമ്മൾ അടുത്തത് പോകുന്നത് KECBയുടെ 3.5 മെഗാവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെറിയ ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻ കാണാനാണ്. അതിൻ്റെ അടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു ചെറിയ പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. ₹10 പവർ സ്റ്റേഷനിലേക്കുള്ള എൻട്രി ഫീ. ടിക്കറ്റ് എടുത്ത പവർ സ്റ്റേഷൻ്റെ പിറകിലൂടെ വേണം പോകാൻ. അവിടെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തു നിന്നും നമുക്ക് പെൻസ്റ്റോക്ക് വഴി വെള്ളം കൊണ്ടുവരുന്നതും ജനറേറ്റർ പ്രവർത്തിക്കുന്നതും എല്ലാം കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു മാപ്പും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉപയോഗശൂന്യമായ വെള്ളം ശേഷം വെള്ളച്ചാട്ടത്തിലേക്ക് തുറന്നുവിടുന്നു. പ്രകൃതിയെ നോക്കൂ, അവളെ കേൾക്കൂ. അതിനുള്ളിൽ ആഴമുണ്ട്, ആനന്ദമുണ്ട്, ആത്മാവുണ്ട്. അവളെ സംരക്ഷിക്കുക, കാരണം അവളിലാണ് നാം മുഴുവനായി ജീവിക്കുന്നത്.